സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ സംഘപരിവാർ വന്ദേമാതരം ചൊല്ലാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറായില്ല. എന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ഗവർണർ നിർദ്ദേശിച്ചതിനാൽ സംഘപരിവാർ വന്ദേമാതരം സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ചൊല്ലുമെന്ന് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമുണ്ടായത്. ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ലോകത്തുള്ള എല്ലാ മന്ത്രി കെ മുരളീധരന്റെ നിലപാട് ഇങ്ങനെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. UDF സർക്കാർ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുകയാണെന്ന് പി രാജീവ് ആരോപിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം കൂടി ദേശീയ ഗീതം എന്ന നിലയിൽ ആലപിക്കണം എന്നുള്ള നിർദ്ദേശം സംബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അജ്ഞത കൊണ്ട് പറയുന്നതല്ല, ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർ ചെയ്തതാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചാരവേലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ BJPക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് പൂർണ്ണമായും മാറുന്നു എന്നുള്ള അപകടം മതനിരപേക്ഷ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ BJPക്ക് വേണ്ടിയുള്ള പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് അതിവേഗത്തിൽ മാറിയിരിക്കുന്നു. വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് ഭരണഘടനാ അസംബ്ലി കണ്ടെത്തിയതാണ്. UDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ സമ്പൂർണ്ണ RSS വിധേയത്വമാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.